വെൽക്കം ബാക്ക്. എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഇങ്ങ് ആവാറായി അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പോലെ കുറച്ച് ക്രിസ്മസ് റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സൺഡേ ആണ്, അപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല, നമുക്ക് അല്ലാതെ ഇപ്പോൾ പൊറോട്ടയുടെയും ഒരു സ്പെഷ്യലായിട്ടൊക്കെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 4 വലിയ പീസ് ചിക്കൻ, അതായത് തൈസും ലെഗ്സും കൂടി ഒരുമിച്ച് വരുന്ന പീസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു വലിയ ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണമെങ്കിലും എടുക്കാം, ഇഷ്ടം പോലെ. അപ്പോൾ അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് മുന്നേ മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു വെക്കുക ചിക്കൻ. ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അപ്പം എരിവ് കുറവായിരിക്കും കിട്ടും. വേറെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാനീര്. വിനീഗറാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. മാരിനേറ്റ് ചെയ്യുന്നത് ഒരുപാട് ലൂസായി പോരുത്, ആ പേസ്റ്റ് ഒരുപാട് ലൂസായി പോകാതെ നോക്കണം. നമുക്ക് ചിക്കനിൽ നല്ലപോലെ പുരട്ടി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അത് ചിക്കനിലോട്ട് പുരട്ടി വെക്കാം. ഞാനിതിപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് അപ്പോൾ തന്നെ അത് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ആക്കാൻ പോവാണ്. പക്ഷെ കുറച്ച് കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നല്ലപോലെ മസാലയൊക്കെ പിടിക്കുമല്ലോ. ഇപ്പോൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം രാത്രി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ സമയം കൊണ്ട് ചിക്കൻ്റെ ആ മസാല ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവോള എടുത്ത് ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞു വെക്കുകയാണ്. സവോളയുടെ അളവ് എണ്ണമൊക്കെ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, സൈസിനനുസരിച്ചോ, അല്ലെങ്കിൽ കുറച്ചും കൂടി മസാല വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഇതുപോലെ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി. ഇപ്പോൾ വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അപ്പോൾ അത് തന്നെ ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടി തന്നെ ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി നീളത്തിന് കനം കുറച്ചൊന്ന് അരിഞ്ഞു വെക്കുകയാണ്. വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ നല്ലപോലെ ഒന്ന് ചതച്ചു എടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. അത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മസാല ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണേ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. ഇതൊരു പക്ക നാടൻ ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അതിനകത്തേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിപ്പോൾ ഞാനിപ്പോൾ വലിയ പാത്രം എടുത്തിരിക്കുന്നതുകൊണ്ട് 4 പീസും ഒരുമിച്ച് തന്നെ ഇട്ട് ഫ്രൈ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇത് ഒത്തിരി സമയം നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ചിക്കൻ ഫുള്ള് വേവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്യേണ്ട. കാരണം പിന്നെ മസാലയിലിട്ട് കുറച്ചും കൂടി സമയം കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് മൊരിയണം. ചിക്കൻ ഒരു പകുതി വേവും ആവണം, അത്രയും മതി. അപ്പോൾ ഒത്തിരി സമയം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ചിക്കൻ ഒരു ഹാർഡായിപ്പോൾ, അതിൻ്റെ ഒരു ജ്യൂസ്നെസ് കാണത്തില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ഓക്കെ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് റോസ്റ്റിനുള്ള ബാക്കി സാധനങ്ങളും കൂടി റെഡിയാക്കുകയാണ്. ഓക്കെ, ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്കൊരു 10 വറ്റൽമുളക്, അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എരിവൊന്ന് കുറയാൻ വേണ്ടിയിട്ട് കുരു കളഞ്ഞ ഒരു 10 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം ഒന്ന് അടിച്ച് എടുത്താൽ മതി. ഇതുപോലെ വറ്റൽമുളക് പൊടിച്ചത് റെഡി. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചത് കണ്ടോ, ഒരു സൈഡ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ആയി കിട്ടും. അതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡും ഒരു 5 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരണം.
രണ്ട് സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ ചിക്കൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ആദ്യം ഒഴിച്ച എണ്ണ കൂടാതെ ചിക്കനിൽ നിന്നുള്ള കുറച്ച് നെയ്യൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതേ എണ്ണയിൽ തന്നെയാണല്ലോ നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പക്ഷെ എന്തായാലും ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഈ ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം, മസാല ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എണ്ണയിൽ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും ചതച്ചു വെച്ച വെളുത്തുള്ളിയും ചേർക്കുകയാണേ. പച്ചമുളക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ, എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഞാനിപ്പോൾ വറ്റൽമുളക് പിന്നെ ചിക്കനിൽ കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ എരിവ് പിന്നെ ചേർക്കാത്തത്. നല്ല പോലെ വഴറ്റി സവോളയൊക്കെ നന്നായി വാടി അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത നല്ലൊരു മണം വരും, അതുവരെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് മൂക്കൊന്നും വേണ്ട കേട്ടോ സവോള. ഇനി നമ്മൾ ചതച്ച് വെച്ച ആ വറ്റൽമുളക് ഇട്ടു, അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം. വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി കുറച്ച് നേരം എണ്ണയിൽ വഴറ്റി കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു മണം വരുവേ. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാല പൊടിയോ ചിക്കൻ മസാല, മീറ്റ് മസാല ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള പോലെ. ഞാൻ ഏകദേശം ഒരു 2.5-3 ടീസ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിൽ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഏകദേശം ഒരു 2-2.25 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, 2-ാം പാലൊക്കെ എടുത്തിട്ട് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഇഷ്ടം പോലെ. നല്ല പോലെ മിക്സ് ചെയ്തു. ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പിടണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ഗ്രേവി അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ ഒരു ഗ്രേവിയേക്കാളും കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതിന് ആ ഒരു ടേസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരല്പം നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5-2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എരിവും പുളിയും ഉപ്പും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുക. ഒരുപാട് ചേർത്ത് ഒത്തിരി മധുരമായി പോകരുത്. പക്ഷേ പഞ്ചസാര ഒഴിവാക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോഴാ കറക്റ്റ് ആ ഗ്രേവിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ പീസുകളെല്ലാം ഒരുമിച്ച് ഇടാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട. നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ആ ഗ്രേവി ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഗ്രേവി ആയി കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആയിപ്പോവും. ഇനി ഒരു 5 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ചിക്കനിലോട്ടൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയി, കണ്ടോ ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവിയേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ, ഒരുപാട് കറി കാണത്തില്ല, നല്ലൊരു റോസ്റ്റ് പോലെ ആയിരിക്കും. അതിൻ്റെ ആ ഗ്രേവിക്ക് തന്നെ അത് മാത്രം കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് എരിവുണ്ട്, ചെറിയൊരു പുളിയും ഒക്കെ ആകുമ്പം അടിപൊളിയാണ്. ഇതിനകത്ത് നമ്മൾ ആ ചതച്ച് ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ എടുത്ത് കഴിക്കാനും സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എന്ന് പറയാം. ഇപ്പം അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ഫ്രൈഡ് റൈസ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിന്നത് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ട്, ഒട്ടും ഹാർഡൊന്നും ആയിപ്പോയില്ല. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്ത നല്ലൊരു ക്രിസ്മസ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.